സംസ്ഥാന ജില്ലാ ഫുട്ബോൾ ടൂർണമെന്റുകൾക്കും ടീം തിരഞ്ഞെടുപ്പിനും വേദിയാകുന്ന സിന്തറ്റിക് ടർഫിന് പരിചരണം വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. എന്നാൽ അധികൃതരുടെ അനാസ്ഥയിൽ കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതുകൊണ്ട് ജില്ലയിലെ ആദ്യത്തെ പുൽമൈതാനം പതിയെ ഇല്ലാതാവുകയാണ്. കായിക താരങ്ങൾ പരാതി പറഞ്ഞു മടുത്തു. ടർഫിന്റെ സംരക്ഷണ വേലി മിക്കയിടത്തും പൂർണ്ണമായി തകർന്ന നിലയിലാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗമായി 2,80,00,000 രൂപ ചിലവാക്കിക്കൊണ്ടാണ് ഈ സിന്തറ്റിക് ഗ്രൗണ്ട് മാത്രം ഉണ്ടാക്കിയത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അതിൻ്റെ മെയിൻ്റെനൻസ് പിന്നീട് നടന്നു പോയില്ല എന്നുള്ളതാണ് ഗ്രൗണ്ടിൻ്റെ ദുരവസ്ഥയെപ്പറ്റി നമ്മൾ പറയേണ്ടത്. ഇത് യുവജനക്ഷേമ ബോർഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തിനാണ് നൽകിയത്. ഇതിൻ്റെ എല്ലാ അസറ്റും അവർക്കായിരുന്നു ആ കാലഘട്ടങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു മണിക്കൂറിന് ഇത്ര പൈസ വെച്ചാണെന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് പിന്നീട് മെയിൻ്റെനൻസ് നടത്താതെ പക്ഷത്ത് പിന്നീട് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുത്തു. അവരും ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇത് പരിചരിക്കാൻ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അനുമതി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇതിനിടെ ഇവിടെ സന്തോഷ് ട്രോഫി പരിശീലന ക്യാമ്പ് നടന്നെങ്കിലും കളിക്കാർക്ക് പരിക്ക് വന്നതോടെ അവരും ഇവിടം വിട്ടു. കൃത്രിമനാരുകൾ പലയിടത്തും ഇളകിയിട്ടുണ്ട്. മൈതാനത്തേക്ക് ഇറങ്ങിയാൽ മാലിന്യവും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കാണാം. നിലവിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ടർഫ് സർക്കാർ ഏറ്റെടുത്താൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. കാസർഗോഡ് ജില്ലയിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ് ഏറെ കായിക താരങ്ങൾ കൊണ്ട് സമ്പന്നമായ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ നടക്കാവ് മൈതാനിയിൽ പണി പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുന്നത്. മുമ്പ് നിർമ്മിക്കപ്പെട്ടുള്ള ടർഫ് ഗ്രൗണ്ടാണ്. അപ്പോൾ അത് അടിയന്തരമായിട്ട് ഇടപെട്ട് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മുഹമ്മദ് റാഫിയെ പോലുള്ള താരങ്ങൾ വളർന്നു വന്ന ഈ കളിക്കളം ഇങ്ങനെ അനാസ്ഥയുടെ പടുകുഴിയിൽ വീണുകൂടാ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.